പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ 2-ലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ MCQ ക്വസ്റ്റ്യൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്പർ ഓഫ് സീറോസ് ഓഫ് ദി പോളിനോമിയൽ f of x ഷോൺ ഇൻ ദ ഫിഗർ ആർ. അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിലെ നമ്പർ ഓഫ് സീറോസ് എത്രയാണ് എന്ന് പറയണം. അപ്പം ഞാൻ നമ്മുടെ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ അതിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സീറോസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ എക്സ് ആക്സിസിനെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗറിലെ ലൈൻ എത്ര പ്രാവശ്യം കട്ട് ചെയ്യുന്നു എന്ന് നോക്കണം. എത്ര പ്രാവശ്യം കട്ട് ചെയ്യുന്നു അത്രയും സീറോസ് ഇതിൽ കാണും. അപ്പോൾ അതാ ഇവിടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ വേറൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര സീറോസ് ഉണ്ട്? ടോട്ടല് 2 സീറോസ് ആണ് ഇതിനുള്ളത്. അടുത്തത്, ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദി പോളിനോമിയൽ 5x² - 7x + 2 ദെൻ ദ സം ഓഫ് ദർ റെസിപ്രോക്കൽസ് ഈസ്. അപ്പോൾ ആൽഫയും ബീറ്റയുമാണ് ഈ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആൽഫയുടെയും ബീറ്റയുടെയും റെസിപ്രോക്കൽസിൻ്റെ സം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൽഫയുടെ റെസിപ്രോക്കൽ ഈസ് 1/ആൽഫ, ബീറ്റയുടെ റെസിപ്രോക്കൽ ഈസ് 1/ബീറ്റ. ഇതിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്തൊക്കെ വേണം? ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും വേണം. ആൽഫ പ്ലസ് ബീറ്റ ഈസ് -b/a. b is -7, a is 5. -b/a ആണ്, അതുകൊണ്ടാണ് ഇവിടെ 2 നെഗറ്റീവ് വന്നത്. അപ്പോൾ എന്ത് വരും? 7/5. ആൽഫ ബീറ്റ ഈസ് c/a, ദാറ്റ് ഈസ് 2/5. ഇത് LCM എടുക്കണം. അപ്പോൾ എന്ത് വരും? ഡിനോമിനേറ്ററിൽ ആൽഫ ബീറ്റ വരും, ന്യൂമറേറ്ററിൽ ആൽഫ പ്ലസ് ബീറ്റ അല്ലെങ്കിൽ ബീറ്റ പ്ലസ് ആൽഫ. അപ്പോൾ 7/5/2/5. 5ഉം 5ഉം കട്ടായി പോവും. 7/2. ഓപ്ഷൻ A is correct. Next question. The graph of a polynomial of degree 3 intersect x-axis at most dash point. അപ്പോൾ ഡിഗ്രി 3 ഉള്ള ഒരു പോളിനോമിയൽ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ എത്ര പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും? അപ്പോൾ ഡിഗ്രി 3 ഉള്ള ഒരു പോളിനോമിയലിന് എത്ര സീറോസ് കാണും? 3 സീറോസ് കാണും. അപ്പോൾ അത് എക്സ് ആക്സിസിൽ എത്ര പോയിന്റിലായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുക? 3 പോയിൻറ്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ദ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആർ ഈക്വൽ ദെൻ ദ വാല്യൂ ഓഫ് കെ. അതായത് സമ്മും സീറോസും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കണം. ആൽഫ പ്ലസ് ബീറ്റ ഈസ് -b/a. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവിടെ -27 ആണ്. അപ്പോൾ നെഗറ്റീവ് ബി ഈസ് -27/a. a ഈസ് 4 = 27/4. അടുത്തത് ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ ഈസ് c/a. c ഇവിടെ എന്താണ്? 3k² a ഈസ് 4. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെഴുതാം? 27/4 = 3k²/4. ഇവിടെ നമുക്ക് 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? 27 = 3k². അപ്പോൾ k² = 27/3 എന്ത് വരും? 9. k² 9 ആണെങ്കിൽ k = √9, ദാറ്റ് ഈസ് +or-3. അപ്പോൾ k +or-3. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. നിങ്ങൾ +3യോ -3യോ എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റായിരിക്കും കേട്ടോ. അതായത് k -3 എടുത്താലും k² എന്ത് വരും? -3², ദാറ്റ് ഈസ് 9. ഇനി k +3 എടുത്താലും k² എന്ത് വരും? 9 വരും. അപ്പോൾ നിങ്ങൾ +3യോ -3യോ ഏത് ചൂസ് ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും. k² 9 ആണെങ്കിൽ k ഈസ് +or-3 എന്ന് തന്നെ എഴുതണം. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ സം ഓഫ് റൂട്ട്സ് ഓഫ് പോളിനോമിയൽ ഈസ് ഹാഫ് ഓഫ് ദെയർ പ്രൊഡക്റ്റ് ദെൻ ദ വാല്യൂ ഓഫ് k ഈസ്.
എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് റൂട്ട്സ് ഓഫ് ദി പോളിനോമിയൽ ഈസ് ഹാഫ് ഓഫ് ദെയർ പ്രൊഡക്റ്റ്. അതായത് റൂട്ട്സിൻ്റെ സമ്മ് പ്രൊഡക്റ്റിൻ്റെ ഹാഫ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് റൂട്ട്സ് ഈസ് ഹാഫ് ഓഫ് ദെയർ പ്രൊഡക്റ്റ്. അതായത് ആൽഫ ബീറ്റയുടെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ബൈ 2 എന്നെഴുതാം. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? നെഗറ്റീവ് ബി ബൈ എ. അപ്പോൾ ബി ഈസ് നെഗറ്റീവ് 2 ബൈ എ. എ ഈസ് 4. അപ്പോൾ 2 ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ 1 ബൈ 2 എന്ന് കിട്ടി. ആൽഫ ബീറ്റ ഈസ് സി ബൈ എ. സി ഇവിടെ എന്താണ്? കെ മൈനസ് 4 ബൈ എ ഈസ് 4. കെ മൈനസ് 4 ബൈ 4. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൽഫ പ്ലസ് ബീറ്റ ഈസ് 1 ബൈ 2 ഈസ് ഈക്വൽ ടു എന്ത് വരും? കെ ആൽഫ ബീറ്റ ഈസ് കെ മൈനസ് 4 ബൈ 4 ബൈ 2 കൂടെ ഉണ്ട്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഇതിൻ്റെ 2 മീൻസ് 2 ബൈ 1 ആണ്. അപ്പോൾ ഇത് കെ മൈനസ് 4 ബൈ 2 ഇൻറ്റു 1 ബൈ 2 ബൈ 4 ഇൻറ്റു 1 ബൈ 2 എന്ന് വരും. അപ്പോൾ കെ മൈനസ് 4 ബൈ 8 എന്ന് നമുക്കിതിനെ എഴുതാം. അപ്പോൾ 1 ബൈ 2 ഈസ് ഈക്വൽ ടു കെ മൈനസ് 4 ബൈ 8 എന്ന് എഴുതാം. ഇത് കെ മൈനസ് 4 ബൈ 4 ബൈ 2 ആയിരുന്നു. 2 മീൻസ് 2 ബൈ 1. അപ്പോൾ ഇതിനെ നമ്മൾ കെ മൈനസ് 4 ബൈ 4 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു, ദാറ്റ് ഈസ് 1 ബൈ 2. അപ്പോൾ കെ മൈനസ് 4 ബൈ 8 എന്നായി. ഇനി നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 8 ഈസ് ഈക്വൽ ടു 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 2k മൈനസ് 8 എന്നാകും. 2k ഈസ് ഈക്വൽ ടു 8 ഇങ്ങോട്ട് പോകുമ്പോൾ 8 പ്ലസ് 8 16 എന്നാകും. k ഈസ് ഈക്വൽ ടു 16 ബൈ 2 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടി. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തെറ്റാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് വൺ ഓഫ് ദി സീറോ ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് -3 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ നമുക്ക് ആദ്യം ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 1. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഒരു സീറോ നമുക്ക് -3 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നാൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? കെ മൈനസ് 1 ഇൻറ്റു -3 ദ ഹോൾ സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു -3 പ്ലസ് 1 is equal to k minus 1 into -3 യുടെ സ്ക്വയർ 9 മൈനസ് 3k പ്ലസ് 1. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയ 9 ഇൻറ്റു കെ 9k മൈനസ് 9 മൈനസ് 3k പ്ലസ് 1. 9k മൈനസ് 3k ഈസ് 6k മൈനസ് 1 പ്ലസ് മൈനസ് 9 പ്ലസ് 1 ഈസ് മൈനസ് 8 ഈസ് ഈക്വൽ ടു 0. 6k ഈസ് ഈക്വൽ ടു 8. k is equal to 8 by 6 is equal to 4 by 3. k is equal to 4 by 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ MCQ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.